കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുട്ടിയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. എ റോഡ് ടു ഹിസ്റ്ററി അഥവാ ചരിത്രത്തിലേക്ക് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്കും മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരെ, ഒരു സ്കൂളിന്റെ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരുപാട് ചരിത്രമൊക്കെയുള്ള സ്കൂൾ എന്നെല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ് ഈ ചരിത്രം? അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? This is the picture of a school. You are also studying in such a school, aren't you? നിങ്ങൾ എല്ലാവരും ഇതുപോലൊരു സ്കൂളിലാണ് പഠിക്കുന്നത്, അല്ലേ? You know a lot of facts about your school, don't you? നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അല്ലേ? Try to write down the details of your school. നിങ്ങൾക്കറിയാവുന്ന അത്തരം കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കൂ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് അറിയാവുന്നത്? നെയിം ഓഫ് ദ ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ്, പ്രഥമാധ്യാപകന്റെ പേര്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് ടീച്ചേഴ്സ്, അധ്യാപകരുടെ എണ്ണം, നെയിം ഓഫ് ടീച്ചേഴ്സ്, അധ്യാപകരുടെ പേരെന്തൊക്കെയാണ്, ലൈബ്രറി, ലബോറട്ടറി, കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റീസ്. നിങ്ങളുടെ സ്കൂളിൽ ലൈബ്രറി, ലബോറട്ടറി, കമ്പ്യൂട്ടർ ലാബ് സൗകര്യങ്ങൾ എന്നിവയൊക്കെ ഉണ്ടോ? അവൈലബിലിറ്റി ഓഫ് പ്ലേ ഗ്രൗണ്ട്, നിങ്ങളുടെ സ്കൂളിൽ കളിസ്ഥലമുണ്ടോ? അത് വലുതാണോ ചെറുതാണോ? നമ്പർ ഓഫ് ബിൽഡിങ്സ്, നിങ്ങളുടെ സ്കൂളിൽ എത്ര കെട്ടിടങ്ങളുണ്ട്? ഡീറ്റെയിൽസ് ഓഫ് ദ പ്ലേസ് വേർ ദ സ്കൂൾ ഈസ് സിറ്റുവേറ്റഡ്, ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ്, സർവേ നമ്പർ. നിങ്ങളുടെ സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്, താലൂക്കിലാണ്, ഏത് വില്ലേജിലാണ്, അതിൻ്റെ സർവേ നമ്പർ എത്രയാണ്, തുടങ്ങിയ വിവരങ്ങളെല്ലാം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ, നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിലാണോ, മുനിസിപ്പാലിറ്റിയിലാണോ അഥവാ കോർപ്പറേഷനിൽ തന്നെയാണോ എന്നിങ്ങനെയുള്ള വിവരങ്ങളെല്ലാം. ഇപ്പോൾ നമ്മൾ എഴുതിയത് നമ്മുടെ സ്കൂളിനെ കുറിച്ച് നിലവിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലേ? Now let us gather the data on the past of our school. ഇനി നമുക്കറിയാനുള്ളത് നമ്മുടെ സ്കൂളിന്റെ പഴയ കാലത്തെ കുറിച്ചാണ്. What information to be found out? എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് അറിയാനുള്ളത് നമ്മുടെ സ്കൂളിനെ കുറിച്ച്? ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഏത് വർഷമാണ് നമ്മുടെ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത്? ഫോർമർ ടീച്ചേഴ്സ്, പഴയ കാലത്തെ അധ്യാപകർ ആരെല്ലാമായിരുന്നു? അലുമിനി, പഴയ വിദ്യാർത്ഥികൾ ആരൊക്കെയായിരുന്നു? ബിൽഡിങ്സ് അറ്റ് ദ ടൈം ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, നമ്മുടെ സ്കൂൾ സ്ഥാപിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇത്രയും വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ലായിരിക്കും. ഒരു കൊച്ചു കെട്ടിടത്തിലായിരിക്കും സ്കൂൾ തുടങ്ങിയത്. അത് നമുക്കറിയണം. ലേറ്റർ ചേഞ്ചസ്, അതിനുശേഷം നമ്മുടെ സ്കൂളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നുള്ളതും നമുക്കറിയാം. ഈ വിവരങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നും കിട്ടും? It is possible for you to gather some of the data using the following hints. താഴെ പറയുന്ന കാര്യങ്ങളിൽ നിന്നും ഇതിൽ കുറച്ചൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നെയിം ബോർഡ് ഓഫ് ദ സ്കൂൾ, നിങ്ങൾ സ്കൂളിലേക്ക് കയറി വരുമ്പോൾ ആ കമാനത്തിന് മുകളിൽ എഴുതിയിരിക്കുന്ന സ്കൂളിന്റെ പേര് വായിച്ചിട്ടില്ലേ? അതിനോട് ചേർന്ന് സ്കൂൾ സ്ഥാപിച്ച വർഷം എന്നിവയൊക്കെ എഴുതിയിട്ടുണ്ടാവും. പ്ലാങ്ക്, സ്കൂളിന്റെ ചുവരിൽ ഫലകങ്ങൾ കണ്ടിട്ടുണ്ടോ? വെളുത്തതോ കറുത്തതോ ആയ നിറത്തിലുള്ള ഫലകങ്ങളിൽ സ്കൂൾ ഉദ്ഘാടനം ചെയ്ത മഹത് വ്യക്തിയുടെ പേര്, ഉദ്ഘാടനം ചെയ്ത വർഷം, മറ്റു വിവരങ്ങളെല്ലാം എഴുതിയ ഒരു ഫലകം മിക്ക സ്കൂളുകളിലും കാണും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൽ നിന്നും നമുക്ക് കുറച്ച് വിവരങ്ങളെല്ലാം കിട്ടും. ഇതുകൂടാതെ സ്കൂൾ ഡയറി, ആനുവൽ സുവനീർ എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് സ്കൂളിനെ കുറിച്ചുള്ള മറ്റു പല വിവരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ പഴയ കാലത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിക്കാം, അഡ്മിഷൻ രജിസ്റ്റർ പരിശോധിക്കാം. അതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. Let us collect some information orally. കുറച്ച് വിവരങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് ചോദിച്ചറിയാം. To whom shall we approach for this? നമുക്ക് ആരോടാണ് ഇതെല്ലാം ചോദിക്കാൻ കഴിയുക? The elders living near the school. നമ്മുടെ സ്കൂളിന് സമീപത്തായി ഉള്ള വീടുകളിൽ താമസിക്കുന്ന മുതിർന്ന ആളുകൾക്ക് നമ്മുടെ സ്കൂളിന്റെ പഴയ കാലത്തെക്കുറിച്ച് അറിയാമായിരിക്കും. അവരോട് നമുക്ക് ചോദിക്കാം. അലുമിനി, നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക്, അതായത് പണ്ട് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക്
നമ്മുടെ സ്കൂളിന്റെ പഴയ കാലത്തെ കുറിച്ച് എന്തായാലും അറിയാതിരിക്കില്ലല്ലോ. അവരോടും ചോദിക്കാം. PTA റെപ്രസെന്റേറ്റീവ്സ്, നമ്മുടെ PTA അംഗങ്ങൾക്കും സ്കൂളിനെ കുറിച്ച് പല പഴയ കാര്യങ്ങളും അറിയുന്നുണ്ടാവും. അവരോടും ചോദിക്കാം. ഇങ്ങനെ നമ്മൾ ശേഖരിച്ച വിവരങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു പുസ്തകമാക്കി എഴുതിയാൽ അതായിരിക്കും നമ്മുടെ സ്കൂളിന്റെ ചരിത്രം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ സ്കൂളിന്റെ ചരിത്രം എഴുതാവുന്നതേയുള്ളൂ, എഴുതി ഒരു പുസ്തകമായി സൂക്ഷിക്കാവുന്നതേയുള്ളൂ. അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്തരമൊരു ചരിത്രം, സ്കൂളിന്റെ ചരിത്രം എഴുതാനുള്ള വിവരങ്ങൾ ലഭിച്ചത്? What are the sources that you depended to record the history of your school? It is the written records and oral information that helped us to write the history of our school. നമ്മുടെ സ്കൂളിന്റെ ചരിത്രം എഴുതാൻ നമ്മളെ സഹായിച്ചത് എഴുതി വെച്ച കുറേ രേഖകളും പറഞ്ഞു കേട്ടറിഞ്ഞ കുറേ അറിവുകളുമാണ്. These are the sources of data for writing the history of the school. നമ്മുടെ സ്കൂളിന്റെ ചരിത്രം എഴുതാൻ നമ്മളെ സഹായിച്ച ആ വിവരങ്ങൾക്ക് ചരിത്ര സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കി. Like the school, each family, village and country has its own history. നമ്മുടെ വിദ്യാലയത്തിന് എന്നതുപോലെ തന്നെ ഓരോ കുടുംബത്തിനും ഗ്രാമത്തിനും രാജ്യത്തിനും എല്ലാം ഒരു ചരിത്രമുണ്ടായിരിക്കും. We get information on the food habits, dress, dwelling places, occupation and administrative system of different ages through historical enquiry. നമ്മുടെ ചരിത്ര അന്വേഷണത്തിലൂടെ ഓരോ കാലത്തെയും മനുഷ്യരുടെ ഭക്ഷണ രീതി, വസ്ത്രധാരണ രീതി, പാർപ്പിടം, തൊഴിൽ, ഭരണരീതി എന്നിവയെക്കുറിച്ചൊക്കെ നമുക്ക് വിവരങ്ങൾ ലഭിക്കും. This information helps us to recognize the gradual development that human beings attained through different periods of history. ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ കൈവരിച്ച പുരോഗതി തിരിച്ചറിയാൻ ഈ വിവരങ്ങൾ സഹായിക്കും. History is the record of the progress that human beings acquired down the ages. മനുഷ്യർ കാലങ്ങളായി ആർജിച്ച ഇത്തരം പുരോഗതിയുടെ ഒരു രേഖപ്പെടുത്തലാണ് ചരിത്രം എന്ന് പറയുന്നത്. എന്നു മുതലാണ് ചരിത്രം ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങിയത്? ഇങ്ങനെ ചരിത്രം എഴുതി വെക്കാൻ തുടങ്ങുന്നതിന് മുൻപുള്ള കാലത്തെ നമ്മൾ എന്താണ് വിളിക്കുക? The period before the formation of art of writing is known as prehistoric period. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം ചരിത്രാതീത കാലം എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ചരിത്രാതീത കാലത്തെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? The remains of the materials that human beings of those ages made and used help us to construct knowledge on those periods. പഴയ കാലത്ത് മനുഷ്യർ ഉപയോഗിച്ച സാധനങ്ങളുടെയും അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും മറ്റുമാണ് ഇത്തരം അറിവുകൾ നമുക്ക് ലഭ്യമായത്. താഴെ കാണുന്ന ചിത്രങ്ങൾ നോക്കൂ. അതിൽ കുറെ കല്ലുകൊണ്ടും മറ്റുമുള്ള ഉപകരണങ്ങൾ കാണാം. അത് പഴയ കാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന എന്തൊക്കെയോ ഉപകരണങ്ങളാണ്. അതിൻ്റെ താഴെ കുറെ ചിത്രങ്ങൾ കാണാം. ഇത് ചുവർ ചിത്രങ്ങളാണ്. ഗുഹകളിലും മറ്റു പാറക്കല്ലുകളിലുമൊക്കെ പഴയകാല മനുഷ്യർ അവർ കണ്ട കാഴ്ചകൾ വരച്ചു വെച്ചതാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ചരിത്രാതീത കാലം എന്നാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. The period with written records is known as historic period. എഴുതപ്പെട്ട രേഖകളുള്ള കാലത്തെ ചരിത്രകാലം എന്ന് പറയുന്നു. താഴെയുള്ള ചിത്രങ്ങൾ നോക്കൂ. എന്തെല്ലാം കാണുന്നു? പുസ്തകങ്ങൾ, പഴയകാല നാണയങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ എന്നിവയെല്ലാം കാണുന്നില്ലേ? ഇതിലെല്ലാം നമ്മുടെ പഴയ കാലത്തെക്കുറിച്ച് എഴുതി വെച്ച പല കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം വായിച്ചും അത് മനസ്സിലാക്കിയും എല്ലാം നമുക്ക് ചരിത്രകാലത്തെക്കുറിച്ച് അറിയാൻ കഴിയും. കൂട്ടുകാർ മ്യൂസിയത്തിൽ പോയിട്ടില്ലേ? എന്തിനാണ് ഒരു മ്യൂസിയം? A museum keeps the objects or their remains that were once used by man. മനുഷ്യർ പണ്ട് ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളുടെയും അവയുടെ അവശിഷ്ടങ്ങളുടെയും സൂക്ഷിക്കുന്ന സ്ഥലമാണ് മ്യൂസിയം.
They are preserved because they give much valuable information on the past of human life. മനുഷ്യജീവിതത്തിന്റെ പഴയ കാലങ്ങളെക്കുറിച്ച് ഒരുപാട് വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ് ഇത്തരം സാധനങ്ങൾ ഇതുപോലെ സൂക്ഷിച്ചിരിക്കുന്നത്. Besides these objects, monuments like forts, palaces, old buildings, etc. are preserved because of their historical importance. ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾക്ക് പുറമെ ചില ചരിത്ര സ്മാരകങ്ങളുണ്ട്. അതായത് കോട്ടകൾ, കൊട്ടാരങ്ങൾ, പഴയ കെട്ടിടങ്ങൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് സംരക്ഷിച്ചിരിക്കുന്നത്? അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം കൊണ്ടാണ്. താഴെയുള്ള ചിത്രം നോക്കൂ. ഇതാണ് പാലക്കാട് കോട്ട. ഇതിന് 200 വർഷത്തിലധികം പഴക്കമുണ്ട്. എന്നിട്ടും നമ്മൾ അത് കേടുകൂടാതെ സംരക്ഷിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പഴയ കാലത്തെക്കുറിച്ച് നമ്മൾക്ക് അറിയാനും അതിൻ്റെ ആ ഒരു ചരിത്ര പ്രാധാന്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത്തരം സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള പുരാവസ്തുക്കളെ കുറിച്ചുള്ള പഠനം ആർക്കിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. നാണയങ്ങളെ പറ്റിയുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ് എന്നും ലിഖിതങ്ങളെ പറ്റിയുള്ള പഠനം എപ്പിഗ്രഫി എന്നും അറിയപ്പെടുന്നു. പുരാവസ്തു ശാസ്ത്രജ്ഞൻ കണ്ടെടുക്കുന്ന വിവിധതരം തെളിവുകളെ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്. കാർബൺ 14 പരിശോധന, തെർമോലുമിനിസെൻസ്, ഫ്ലൂറിൻ ടെസ്റ്റ് തുടങ്ങിയവ ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനാ രീതികളാണ്. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതുമെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. The pictures given below are the remains related to the funeral practices in ancient Kerala. പുരാതന കേരളത്തിൽ ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളുടെ ശേഷിപ്പുകളാണ് താഴെയുള്ള ചിത്രത്തിൽ കാണുന്നത്. അതെന്തൊക്കെയാണെന്ന് അറിയാമോ? കുടക്കല്ല്, മുനിയറ, നന്നങ്ങാടി എന്നിവയെല്ലാമാണ് ഈ വസ്തുക്കളുടെ പേരുകൾ. കുടക്കല്ലുകൾ 2-2.5 മീറ്റർ ഉയരമുള്ള പരന്ന കല്ലുകൾ അല്പം ചായ്ച്ച് പിരമിഡിന്റെ ആകൃതിയിൽ നിർത്തി അവയ്ക്കു മീതെ വൃത്താകാരത്തിലുള്ള വലിയ കൂമ്പാര കല്ല് വെച്ചാണ് കുടക്കല്ലുകൾ നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് കുടയുടെ ആകൃതി ഉള്ളതുകൊണ്ടാണ് കുടക്കല്ലുകൾ എന്ന് വിളിക്കുന്നത്. മുനിയറകൾക്ക് മേശയുടെ ആകൃതിയാണ്. കുത്തനെ നാട്ടിയ കൽപ്പാളിയാണ് മുഖ്യഭാഗം. ഇവയ്ക്ക് മുകളിൽ ഒരു കൽപ്പാളി ഉണ്ടാകും. ഈ കൽപ്പാളികൾ ചേർത്ത് വെക്കുമ്പോൾ അവയ്ക്കുള്ളിൽ ചതുരാകൃതിയിൽ ഒരു അറ രൂപപ്പെടും. ചില പ്രദേശങ്ങളിൽ ചെങ്കലറകൾക്കും മുനിയറകൾ എന്ന് പറയാറുണ്ട്. നന്നങ്ങാടികൾ മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ കളിമൺ പാത്രങ്ങളാണ് നന്നങ്ങാടികൾ. തീയിൽ ചുട്ടെടുത്ത ഇത്തരം കളിമൺ ഭരണികൾക്ക് മുതുമക്കത്താഴികൾ എന്നും പേരുണ്ട്. നന്നങ്ങാടികൾക്ക് ഒരു മൂടി ഉണ്ടായിരിക്കും. മൂടിയുടെ നടുവിൽ ഒരു ചെറിയ ദ്വാരം കാണും. നന്നങ്ങാടികളിൽ ചിലതിന് 100-ലേറെ ലിറ്റർ വെള്ളം നിറയ്ക്കാവുന്നത്ര വലിപ്പവും ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്നും വീടിനടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ചരിത്ര ശേഷിപ്പുകൾ ശേഖരിച്ച് നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു ചരിത്ര മ്യൂസിയം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ശേഖരിക്കാം? പഴയകാല നാണയങ്ങൾ, താളിയോലകൾ, പഴയകാല വിളക്കുകൾ, പഴയകാല പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ, അങ്ങനെ പലതും നമുക്ക് ശേഖരിക്കാം. ഈ ചിത്രം നോക്കൂ. ഇതിൽ എന്തെല്ലാമാണ് കാണുന്നത്? കലപ്പ, കിണ്ടി, വിശറി, തേക്കുകൊട്ട, റാന്തൽ വിളക്ക് എന്നിവയൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത്. ഇതെല്ലാം പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. മുൻകാലത്ത് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളുമാണ് ഇവയെല്ലാം. മുതിർന്നവരോട് അന്വേഷിച്ച് അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വിവരം ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ചരിത്രത്തിൽ കാലത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എങ്ങനെയാണ് ഈ കാലം കണക്കാക്കുന്നത്? ഇപ്പോൾ നമ്മൾ പറയും നമ്മൾ 2020 ജീവിക്കുന്നത്. എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്? Today, the Christian era is the common scale of chronology all over the world. ഇന്ന് ക്രിസ്ത്യൻ ഇറ, ക്രിസ്തു വർഷമാണ് നമ്മളുടെ ഒരു കാലഗണന രീതിയായി ലോകം മുഴുവൻ കണക്കാക്കുന്നത്. The period in history is divided into AD and BC based on the birth of Jesus Christ.
യേശുക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ചരിത്രത്തെ AD എന്നും BC എന്നും പറയും. The time before and after the birth of Jesus Christ is known as BC, before Christ, and AD, Anno Domini respectively. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലത്തെ BC എന്നും യേശുക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലത്തെ AD എന്നുമാണ് പറയുന്നത്. Now they are also known as CE, Common Era, and BCE, Before Common Era. ഇപ്പോൾ AD BC എന്നതിനെ CE എന്നും BCE എന്നും കൂടെ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഈ ചിത്രം നോക്കൂ. ഇതിൽ 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജനനമാണ്. അതിന് പുറകോട്ടുള്ള വർഷങ്ങൾ BC എന്നും അതിന്റെ മുൻപോട്ടുള്ള വർഷങ്ങൾ AD എന്നും അറിയപ്പെടുന്നു. നമ്മൾ എല്ലാവരും കലണ്ടർ നോക്കാറുണ്ടല്ലേ? അതിൽ ക്രിസ്തുവർഷം കൂടാതെ മറ്റെന്തെല്ലാം കാലഗണനകളാണ് കാണാറുള്ളത്? ഹിജ്റ വർഷം, ശകവർഷം, കൊല്ലവർഷം അഥവാ മലയാളം കലണ്ടർ, ഇതെല്ലാം നമ്മൾ കലണ്ടറിൽ കാണാറുണ്ട് അല്ലേ? A century denotes 100 years. 100 വർഷങ്ങളെയാണ് നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, AD 1 to AD 100 is the first century. AD 1 മുതൽ AD 100 വരെയുള്ള വർഷങ്ങളെയാണ് 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. അതിൽ 1-1-1901 മുതൽ 31-12-2000 വരെയുള്ള കാലഘട്ടമാണ് 20-ാം നൂറ്റാണ്ട്. അതിനു മുൻപുള്ള 100 വർഷത്തെ 19-ാം നൂറ്റാണ്ട് എന്നാണ് പറയുന്നത്. 1-1-2001 മുതൽ നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നൂറ്റാണ്ടിനെ 21-ാം നൂറ്റാണ്ട് എന്നും പറയുന്നു. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക നോക്കൂ. അതിൽ കുറെ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതെല്ലാം നൂറ്റാണ്ടുകളിൽ വരുന്നു എന്ന് കണ്ടെത്തി എഴുതാമോ? AD 2014 21-ാം നൂറ്റാണ്ടിലാണ്. AD 1947 20-ാം നൂറ്റാണ്ടിലാണ്. AD 1857 19-ാം നൂറ്റാണ്ടിലാണ്. 261 BC എന്നാൽ 3-ാം നൂറ്റാണ്ട് BC എന്നാണ് അർത്ഥം. 326 BC എന്നാൽ 4-ാം നൂറ്റാണ്ട് BC എന്നാണ് അർത്ഥം. കൂട്ടുകാരെ, ചരിത്രത്തിലേക്ക് എന്ന ഈ പാഠം നമ്മൾ എല്ലാവരും പഠിച്ചല്ലോ. ഈ പഠിച്ചതിലുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ വേറൊരു പാഠവുമായി ഞാൻ അധികം വൈകാതെ വരും. അതുവരെ എല്ലാവർക്കും